തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ദൈവവചന പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പുതിയ ഒരു തീമാണ് നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട, ദൈവശാസ്ത്ര ചരിത്രമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നു. ഒപ്പം തന്നെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം രൂപീകരിക്കപ്പെട്ടതെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചില എപ്പിസോഡുകൾ മറ്റ് എപ്പിസോഡുകളുമായിട്ടുള്ള താരതമ്യ പഠനം, അതിൻ്റെ ബന്ധം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വിചിന്തനങ്ങളായിരുന്നു നമ്മളിൽ ലഭ്യമായത്. ഇനി ഉള്ള ഭാഗങ്ങൾ രാജത്വത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ്. അതായത് നമ്മൾ കഴിഞ്ഞത് ജോഷുവ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1170 BC മുതൽ 1020 BC വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം 50-60 വർഷത്തോളം ന്യായാധിപന്മാരുടെ സമയമായിരുന്നു. 1020 മുതൽ ഉള്ള കാലഘട്ടങ്ങളിലാണ് രാജത്വ ഭരണം ആരംഭിക്കുക. BC 1020 മുതലുള്ള കാലഘട്ടങ്ങളിൽ 722 BCയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം അപ്രത്യക്ഷമാകുന്നു. പിന്നെ ജൂദ മാത്രമായിട്ട് നിൽക്കുകയാണ്. അത് 587 BCയിൽ ജൂദ എന്ന് പറയുന്ന ദേശവും ബാബിലോണിലേക്ക് പ്രവാസമായിട്ട് പോകുന്നു. അപ്പം ഇങ്ങനെ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്രകാരമാണ് ചരിത്രങ്ങളൊക്കെ പോകുന്നതെങ്കിലും വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വിശുദ്ധ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് വെറും ചരിത്രത്തിലൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, മറിച്ച് ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനം ചരിത്രത്തിന് നൽകുകയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ ദേശത്ത് ഇത്രമാത്രം അക്രമങ്ങളും അതുപോലെ തന്നെ മറ്റ് ദേശക്കാരും രാജ്യക്കാരും വന്ന് ഇസ്രായേലിനെയൊക്കെ നശിപ്പിക്കുന്നതും, അതിൻ്റെ കാരണം പൊളിറ്റിക്കലായിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ജനം പാപം ചെയ്തതിനാലാണ്. ഈ വിചിന്തനങ്ങളിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പോയത്. ഈ എപ്പിസോഡുകളിലൂടെ നമുക്ക് പോകുന്നത് രാജത്വ വാഴ്ചയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ്. എമർജൻസ് ഓഫ് എ യുണൈറ്റഡ് മൊണാർക്കി. എങ്ങനെയാണ് ഒരു രാജ്യത്വം കടന്നു വരിക? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. രാജ്യത്വമില്ലാത്തതുകൊണ്ട് ഇസ്രായേലിൽ ധാരാളം അരാജകത്വങ്ങളും അഴിമതിയും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യം, 18-ാം അധ്യായം 1-ാം വാക്യം, 19-ാം അധ്യായം 1-ാം വാക്യം, 21-ാം അധ്യായം 24-ാമത്തെ വാക്യം. രാജ്യത്വമില്ലാത്തതിനാൽ ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമായത് ചെയ്തു. അങ്ങനെയാണ് അരാജകത്വം കടന്നു വന്നിരിക്കുക. ആ അരാജകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് സാമുവേൽ എന്ന് പറയുന്ന ന്യായാധിപനെയും നമ്മൾ കാണുക. അങ്ങനെയുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. സാമുവേലിന് ശേഷം കടന്നു വരുന്നത് ഒരു രാജത്വ ഭരണമാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, സാമുവേലിൻ്റെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ടാണ് ശമൂവേൽ എന്ന വാക്കിന് ഹന്ന കൊടുക്കുന്ന മറുപടി
അതിന് ഉത്തരം ഇതാണ്: കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയുമ്പോൾ രാജാക്കന്മാരുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള പരോക്ഷമായിട്ടുള്ള സൂചനകൾ നമുക്ക് നൽകുകയാണ്. ഹന്നായുടെ പ്രാർത്ഥനയിൽ അതിൻ്റെ സമാപനത്തിൽ 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ലെ മെഷിഹോ ലെ മെൽക്കോ, അവൻ്റെ മിശിഹായിക അഭിഷിക്തനോടും അതുപോലെ തന്നെ അവൻ്റെ രാജാവിനോടും എന്നുള്ള റെഫറൻസുകളൊക്കെ രാജ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങളാണ് എന്ന് പറയുന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഇന്ന് കാണുന്ന രാജ്യത്വം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം മുതൽ. നമുക്കറിയാം, രാജ്യത്വം ആരംഭിക്കുന്നത് ചരിത്രപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1020 BC-യിലാണ് രാജ്യത്വം ഇസ്രായേലിൽ ആരംഭിക്കുക. ഇനി ഇതിനു മുമ്പ് രാജ്യത്വം ഉണ്ടായിരുന്നോ? ഇസ്രായേലിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ രാജവംശം വളരെ പ്രസിദ്ധമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരിക്കുന്ന രാജ്യത്വമാണ്. സ്നെഫ്രു എന്ന് പറയുന്ന രാജാവായിരുന്നു ആദ്യത്തെ രാജാവെന്ന് വിശേഷിപ്പിക്കാം. ഈ ഈജിപ്തിലെ ദേശത്തെ രാജാക്കന്മാരുടെ പ്രത്യേകത വളരെ, അതിൻ്റെ ഈജിപ്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയാണ് അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും വേർതിരിച്ചിരുന്നത്. ആരംഭകാലത്ത് ഈജിപ്തിൻ്റെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് ഈ അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ഇവ രണ്ടും ഭാഗങ്ങളും ഒന്നിച്ചു ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ബഹുമതിയാണ് ഈജിപ്തുകാർ അന്നും ഇന്നും കൊടുത്തിരുന്നത്. എന്നാൽ ഡിവിഷൻ വന്നപ്പോഴത്തേക്കിനും ആ വ്യത്യാസം അനുഭവപ്പെടുകയുണ്ടായി. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇസ്രായേലിൻ്റെ രാജ്യത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കേണ്ടതും. ആരാണ് രാജാവ്? ഈ രാജാവിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് രാജാവ് രൂപീകരിക്കപ്പെടുക? ദൈവത്തിൻ്റെ മുമ്പിലുള്ള ജനങ്ങളുടെ നിലവിളിയുടെ ഭാഗമാണ് രാജ്യത്വം എന്ന് പറയുക. ദൈവത്തിന് മുമ്പിൽ ജനങ്ങൾ നിലവിളിക്കുകയാണ്. അതാണ് 1 സാമുവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാർ റമത്തായിമിൽ സാമുവേലിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവിനെ തരിക. ജനത്തിൻ്റെ നിലവിളിയാണ് സാമുവേലിൻ്റെ പക്കലേക്ക് ഉയരുന്നത്. ഉടനെ ദൈവമായ കർത്താവ്, സാമുവേൽ പറഞ്ഞു, പറ്റില്ല, ദൈവമായ കർത്താവല്ലാതെ മറ്റൊരു രാജാവ് നമുക്കുണ്ടാകാൻ പാടില്ല. കട്ട് ആൻഡ് റൈറ്റായിട്ട് എതിർത്തു. ഉടനെ ദൈവം പറയുന്ന സാമുവേലിന് പറയുന്ന ഒരു ഉത്തരമാണ് വളരെ പ്രസക്തമായത്. എന്താണ് ദൈവം പറയുന്ന ഉത്തരം? 1 സാമുവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാമത്തെ വാക്യം, അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. ഇനിയാണ് ഭാഗം. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഇപ്പം രാജ്യത്വം ജനങ്ങളുടെ നിലവിളിയാണ്. ജനങ്ങളുടെ ദൈവത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ സാമുവേലിനോട് പറയുകയാണ് ആ രാജ്യത്വം ഇടാൻ വേണ്ടി. പക്ഷേ യഥാർത്ഥത്തിലുള്ള രാജാവ് ദൈവമായ കർത്താവിനെ വിസ്മരിച്ച് ലോകത്തിൻ്റെ രാജാക്കന്മാരെ, ഭൗമിക രാജാക്കന്മാരെ സ്വീകരിക്കാൻ അവർ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. അത് വലിയ തിന്മയായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇതാണ് രാജ്യത്വത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് രാജ്യത്വം വേണോ? വേണം. ആരാണ് ഇസ്രായേലിൻ്റെ രാജാവ്? ദൈവമാണ് ഇസ്രായേലിൻ്റെ രാജാവ്. ആ രാജ്യത്വം, ദൈവമാകുന്ന രാജ്യത്വത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്വം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്
ഈ ഭൗമിക രാജാക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏകദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിലൂടെ, കർത്താവിൻ്റെ രാജ്യത്വം മനസ്സിലാക്കുന്നതിലൂടെ ലോകത്തിന് മുഴുവൻ്റെയും രാജാവായ ദൈവം അവരോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കൾമിനേഷൻ. സക്കറിയായുടെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: ദൈവം ലോകത്തിൻ്റെ മുഴുവൻ്റെയും രാജാവാകുന്നു, അവൻ്റെ നാമം ഒന്ന് തന്നെയാണ്. ഈ ഒരു വലിയ ദൈവശാസ്ത്ര വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഈ സാമുവേലിൻ്റെ ഈ പുസ്തകങ്ങൾ നമ്മളെ ചെയ്തത്. അതുകൊണ്ട് രാജത്വത്തിൻ്റെ കാരണം ഭൗമിക രാജാക്കന്മാരെ അവർ തിരഞ്ഞെടുത്തു. ഏകദൈവമായ യഹോവയാകുന്ന രാജാവിനെ അവർ തിരസ്കരിച്ചു. അതിനാലാണ് ഈ ഭൂമിയിൽ ഭൗമിക രാജാക്കന്മാർ കടന്നു വന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി യഥാർത്ഥത്തിൽ ഭൗമിക രാജാക്കന്മാർക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ പോലെ വ്യാപരിക്കാൻ പറ്റും. അതിനൊരു നിയമം പഴയ നിയമ ചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കൊന്ന് എടുത്തു നോക്കാം. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അതിപ്രകാരമാണ് പറയുന്നത്: നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ച് കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്ക് എന്നതുപോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കുമെന്ന് നീ ആഗ്രഹിച്ചാൽ, ഇനി കേട്ടോണം, നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളിനെയാണ് രാജാവാക്കേണ്ടത്. മനുഷ്യരുടെ ചോയ്സ് അല്ല രാജ്യത്വം എന്ന് പറയുന്നത്, ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇസ്രായേലിൻ്റെ എല്ലാ നിയമനങ്ങളും ദൈവം തന്നെയാണ് നടത്തുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ദൈവമാണ് യഥാർത്ഥത്തിൽ ഓരോ അവസരത്തിലും ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ രക്ഷകരെ തിരഞ്ഞെടുക്കുകയും അവരെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. ഇവിടെയും ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ഹെബ്രായ ഭാഷയിൽ ബഹാർ എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് നിയമാവർത്തന പുസ്തകത്തിൽ 3 തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒന്നാമതായി, രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, ബഹാർ, തിരഞ്ഞെടുപ്പ് എന്നാണ് അർത്ഥം. രണ്ടാമതായി, സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. മൂന്നാമതായി, ജനത്തെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. അപ്പം ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ദൈവം തന്നെയാണ്. എന്നിട്ട് പറയുന്ന രണ്ടാമത്തെ ഭാഗം ഇതാണ്: നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ വേണം തിരഞ്ഞെടുക്കാൻ. നിങ്ങളുടെ സഹോദരനിൽ നിന്ന് മാത്രമേ രാജാവിനെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: അന്യദേശക്കാരോ അന്യവർഗക്കാരോ ഒന്നും തന്നെ നിങ്ങളുടെ ഇടയിൽ രാജാവായിട്ട് വാഴരുത്. എന്ത് സംഭവിക്കും? രാജാവായിട്ട് വാണു കഴിഞ്ഞാൽ അവർ അവരുടെ അധീശങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അധീനതയിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുപോകും. അങ്ങനെ അവർക്ക് ഈ ഇസ്രായേൽ ജനതയ്ക്ക് ക്ഷാമമുണ്ടാകും, വേദനകളുണ്ടാകും. ഇത് തന്നെയല്ലേ ഈ രാജാക്കന്മാരുടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടത്. മെസൊപ്പൊട്ടോമിയൻ രാജാവായ കുഷാൻ റിഷത്തായിമിൻ്റെ കീഴിൽ ഇസ്രായേൽ ജനം വന്നപ്പോൾ അവർക്ക് വേദനയുണ്ടായി, ക്ഷാമമുണ്ടായി. അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് രക്ഷകനെ തിരഞ്ഞെടുത്തത്. അസീറിയ രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് കടന്നു വന്നപ്പോൾ ആ രാജ്യത്വം, ഇസ്രായേൽ എന്ന് പറയുന്ന വ്യക്തികൾ നാമാവശേഷമായിട്ട് മാറുകയാണ്. ആ 10 ഗോത്രങ്ങൾ നാമാവശേഷമാവുകയാണ്. കുറേ എണ്ണം അസീറിയയിലേക്ക് ഒളിച്ചോടിപ്പോയി, അവർ കൊണ്ടുപോയി. പീഡനങ്ങളുടെ, വേദനകളുടെ കാലമായിരുന്നു. ബാബിലോൺ പ്രവാസകാലവും ഇതുതന്നെയാണ്. ബാബിലോണിലെ നബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ് ജൂദാദേശത്തേക്ക് കടന്നു വന്ന് ജൂദായിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ ജൂദായെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്രകാരം മറ്റു രാജ്യക്കാർ, വിദേശികളാരെങ്കിലും വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്തിയാൽ അത് രാജ്യത്വമല്ല, അത് അടിമത്തമായിട്ടാണ് നിൽക്കുക. എന്നിട്ട് വീണ്ടും രാജാവിൻ്റെ കടമകളെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമാണ്.
അവനൊരു ഭാര്യയെ ഉണ്ടാകാൻ പാടില്ല. അനേകം ഭാര്യ, ഒരു ഭാര്യയല്ല, അനേകം ഭാര്യമാരെ അവന് ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ വീണ്ടും പറയുന്നു, തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് രസകരമാണ്. ഈ ജനത്തെ ഈജിപ്തിലേക്ക് നീ തിരികെ കൊണ്ടുപോകരുത്. ജനത്തെ ഈജിപ്തിലേക്ക് തിരികെ കൊണ്ടുപോകരുത്. വാഗ്ദാന നാട്ടിൽ നിർത്താൻ തക്ക വിധം, വാഗ്ദാന നാടിൻ്റെ സന്തോഷവും ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തക്ക വിധം ഒരു രാജാവ് ജനത്തെ വാഗ്ദാന നാട്ടിൽ തന്നെ നിർത്തണം. ഈജിപ്തിലേക്ക് നീ കൊണ്ടുപോകരുത്. വളരെ രസകരമാണ്. കാരണം രാജത്വം എന്ന് പറയുന്നത് ഒരിക്കലും അടിമത്തമല്ല. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനത്തെ ഒരുക്കുന്നതല്ല രാജത്വം. അങ്ങനെയൊക്കെ രാജാവായി കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ നിയമത്തിന് എതിരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈജിപ്തിലേക്ക് നീ കൊണ്ടുപോയേക്കരുത്. ഒരു വാഗ്ദാനത്തിൻ്റെ ജനതയായ ഇസ്രായേൽ ജനം ജീവിക്കേണ്ടതും വളരേണ്ടതും വർദ്ധിക്കേണ്ടതും വാഗ്ദാന ദേശത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 26-ാമത്തെ അധ്യായത്തിൽ ഒരു ക്ഷാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസഹാക്കിൻ്റെ കാലത്ത് ഒരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമകാലത്ത് അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായ ക്ഷാമത്തെ പോലെ തന്നെ അതിനേക്കാൾ ഭീകരമായ രീതിയിലൊരു ക്ഷാമം ഉണ്ടായെന്നാണ് തിരുവചനം പറയുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ഈ ഈജിപ്തിലേക്ക് അബ്രാഹാം പോയതുപോലെ തന്നെ ഇസഹാക്ക് തൻ്റെ ഭാര്യയും കൂട്ടി മക്കളെയും കൂട്ടിക്കൊണ്ട് അബിമലേക്കിൻ്റെ അടുത്തേക്ക് ഗെരാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങി. ഉടനെ ദൈവമായ കർത്താവ് ഇടപെട്ടു. പറയുന്നു, നീ അങ്ങോട്ടേക്ക് പോകരുത്, ഇവിടെ തന്നെ വസിക്കുക. അതിന് പറയുന്ന ഹെബ്രായ ഭാഷയിൽ ഷക്കാൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥമാകട്ടെ അല്പം കൂടെ സ്പിരിച്വലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തണലിൽ വാഗ്ദാന ദേശത്ത് വസിക്കുക. അതുകൊണ്ട് ഇസഹാക്കിന് വാഗ്ദാനത്തിൻ്റെ പുത്രൻ എന്ന് പേര് വിളിക്കാനുള്ള കാരണം അവൻ ഒരിക്കലും ഈജിപ്തിനെ അഭയം പ്രാപിച്ച് പോയില്ല. അതുപോലെ തന്നെ കർത്താവിൻ്റെ നിയമങ്ങളോട് വിശ്വസ്തനായിട്ട് ഈജിപ്തിൽ തന്നെ നിന്നു. ഇതുപോലെയുള്ള ഒരു സമീപനമാണ് ഓരോ രാജാക്കന്മാർക്കും ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ രാജത്വത്തിലൂടെ. ഇനി ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാർ പലരും തന്നെ ജനത്തെ ഈജിപ്തിലേക്കും ബാബിലോണിലേക്കും ഒക്കെ കൊണ്ടുപോയവരാണ്. അതുകൊണ്ടാണ് അവരുടെ രാജ്യത്വത്തിന് പൂർണ്ണതയില്ല എന്ന് പറയുന്നത്. പൂർണ്ണമായ രാജ്യത്വം വരേണ്ടത് അത് കർത്താവായ ദൈവത്തിലാണ്. കർത്താവ് മാത്രമാണ് ഏക ദൈവം. അവിടുന്നാണ് രാജാവ്. ഈശോയാകുന്ന വലിയ രാജാവിൻ്റെ, കുരിശിൽ ഉയർത്തപ്പെട്ട രാജാവിൻ്റെ ആ ഓർമ്മയിലേക്കാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മെ കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കേണ്ടത് രാജാവാണ്. സകല ജനതകളെയും ഒന്നിപ്പിച്ച് ആ വാഗ്ദാന ദേശത്ത് നിർത്തണം. അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത് ഈശോയുടെ ജീവിതത്തിലാണ്. എഫേസുസ്കാർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ ഇരുകൂട്ടരെയും അവിടുന്ന് നമ്മളെ ഒന്നിപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്കിടയിൽ അന്യരോ പരദേശികളോ ഒന്നുമില്ല, എല്ലാവരും മിശിഹായിൽ ഒന്നായിട്ടുള്ളവരും ദൈവഭവനത്തിലെ കാര്യസ്ഥന്മാരുമാണ്, അംഗങ്ങളുമാണ്. ഈശോയുടെ കുരിശാകുന്ന ആ വലിയ സഹനമാണ് യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികളെയും യോജിപ്പിച്ചത് എന്ന് പറയുന്നതിലൂടെ മിശിഹ രാജാവായിട്ട് മാറുന്ന ഒരനുഭവത്തെ കൊടുക്കുകയാണ്. വീണ്ടും ഈ രാജാവിൻ്റെ ജോലിയെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ തിരുവചനം നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ ഈ ഭാഗം വളരെ എലാബറേറ്റായിട്ട് എടുക്കുന്നതിൻ്റെ കാരണം ഇത് ഈ നിയമത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ രാജാക്കന്മാരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. രാജാവിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ രാജ്യത്വം എന്താണെന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, 18-ാമത്തെ വാക്യം, ഓരോ രാജാവും ചെയ്യേണ്ട ജോലി ഇപ്രകാരമാണ്. ഓരോ രാജാവും, ഭൂമിയിലെ രാജാക്കന്മാർ ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ട ജോലി ഇപ്രകാരമാണ്.
ലേവ്യ പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് ദൈവവചനമാവുന്ന തോറ വാങ്ങിയതിന് ശേഷം അത് വായിക്കുക, ധ്യാനിക്കുക, പഠിപ്പിക്കുക, പ്രഘോഷിക്കുക. ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്യണം. അത് രാജാവ് സിംഹാസനത്തിലായിരിക്കുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തകച്ചുരുളിൽ എഴുതിയെടുക്കണം. അവനത് സൂക്ഷിക്കണം. അതിൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തെ എല്ലാ അനുശാസന ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ റോള് അന്വർത്ഥമാകുന്നത്. ഇങ്ങനെ ഉള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ദൈവമായ കർത്താവ് ഓരോ രാജാക്കന്മാരെയും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അത് സ്വീകരിക്കാത്ത രാജാക്കന്മാരുമുണ്ട്. ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന രാജാക്കന്മാരുമുണ്ട്. അതുകൊണ്ട് രാജ്യത്വം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഏകദൈവമായ യഹോവയാകുന്ന രാജാവിനെ എന്ന് തിരസ്കരിക്കുന്നുവോ അന്നാണ് രാജ്യത്വം ആരംഭിക്കുന്നത്. അത് ഭൗമിക രാജാക്കന്മാർ കടന്നു വരുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഭൗമിക രാജാക്കന്മാർ വന്നാലും അവർക്കുള്ള നിയമങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കണം? ഈ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ രാജാവുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ നിയമങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വേണം ഈ രാജ്യത്വത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ നമുക്ക് നടത്താൻ. ഇനി ഈ രാജാക്കന്മാരുടെ പ്രത്യേകതകൾ ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവിക നിയമങ്ങളോട് ചേർത്തങ്ങ് സൂചിപ്പിച്ചു. ദൈവം തിരഞ്ഞെടുത്തവനായിരിക്കണം രാജാവ്. ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഒരു രാജാവിനെ എങ്ങനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മറിച്ച് മനുഷ്യരുടെ കൈകളിലൂടെ ദൈവം അവനെ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഒരു സൈനാണ് കൊറോണേഷൻ അല്ലെങ്കിൽ തൈലാഭിഷേകം. രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രമായിട്ടാണ് തൈലാഭിഷേക ശുശ്രൂഷ പഴയ നിയമത്തിൽ കാണുക. പുരോഹിതനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. എങ്ങനെയാണ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതെന്ന് അറിയാമോ? ദേവാലയം വെഞ്ചരിച്ച കൂദാശ ചെയ്ത ദേവാലയം അഭിഷേചിച്ച അതേ തൈലം കൊണ്ട് പുരോഹിതനെയും അഭിഷേചിക്കുകയാണ്. അതുവഴിയായിട്ട് ദേവാലയവും ബലിപീഠവും പുരോഹിതനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുക. അതുപോലെ തന്നെ ഒരു അഭിഷേകമുണ്ട് ഓരോ രാജാക്കന്മാരും. സാവൂളിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നു. ദാവീദിനെ സമൂവേൽ അഭിഷേകം ചെയ്യുന്നു. സോളമനെ നാഥാൻ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നു. യേഹൂ എന്ന് പറയുന്ന രാജാവിനെ, ഇസ്രായേലിൻ്റെ രാജാവിനെ ഏലീഷ അഭിഷേകം ചെയ്യുന്നതായി 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ അഭിഷേക ശുശ്രൂഷ എന്ന് പറയുന്നത് രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെയൊരു അഭിഷേകം നമുക്ക് കിട്ടുന്നുണ്ട്. അതെവിടെ നിന്നാണെന്നറിയാമോ? മാമോദീസായിലൂടെ. നമ്മളൊക്കെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗം. നമ്മൾ രാജാക്കന്മാരായിട്ട് രൂപാന്തരപ്പെടുകയാണ് മാമോദീസായിലൂടെ നമുക്കൊക്കെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ. ആ അഭിഷേകം ഒരു രാജാവിൻ്റെ റോളാണ് നമ്മളിലേക്ക് കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ രാജാവിൻ്റെ റോള് ഓരോ വ്യക്തികളുടെയും രൂപീകരണത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയിൽ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-27 തിരുവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നു. എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? തൻ്റെ ഛായയിലും അതായത് സാദൃശ്യത്തിലും കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം അവന് കൊടുക്കുന്നത് സ്ത്രീയും പുരുഷനുമായവനെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം അവന് കൊടുക്കുന്ന ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനും മേൽ അധികാരം കൊടുക്കുകയാണ്. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളുടെ മേലുള്ള അധികാരം, ഈ ഭൂമിയിലൂടെ ചരിക്കുന്ന മൃഗങ്ങളുടെ മേലുള്ള അധികാരം, സസ്യലതാദികളുടെ മേലുള്ള അധികാരം, അതായത് ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനും മേലുള്ള അധികാരം അവന് കൊടുക്കുക. ആ അധികാരം യഥാർത്ഥത്തിൽ ഈ രാജാവിന് കൊടുക്കുന്ന അധികാരമാണ്. അവൻ അവരുടെയൊക്കെ രാജാവായിട്ട് നിൽക്കുക. എന്താണ് രാജാവിൻ്റെ അധികാരം? വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ കൊണ്ട് നാക്കി അവന് കൊടുക്കുന്ന അധികാരം എന്താണ്?
ഇംഗ്ലീഷിലാണെങ്കിൽ ടു ടിൽ ദ ഗ്രൗണ്ട്, ടു കീപ്പ് ആൻഡ് ടു ടിൽ ദ ഗ്രൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. ഹെബ്രായ ഭാഷയിൽ ഷെമറാഹ് വെ അവദാഹ്, അതായത് ഷെമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ്പ് അല്ലെങ്കിൽ പ്രിസർവ് എന്നുള്ള അർത്ഥമാണ്, സംരക്ഷിക്കാനുള്ള അധികാരം. രണ്ടാമത് അവദാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാനുള്ള അധികാരം, സെർവ് ചെയ്യാനുള്ള അധികാരം. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ അധികാരം പരിപാലിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അധികാരമാണ്. ഇങ്ങനെ പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അവൻ, ആ രാജാവ്, ആ വ്യക്തി ഈ സൃഷ്ടവസ്തുക്കളെ സമർപ്പിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവാരാധന എന്ന് പറയുന്നത്, അതാണ് സാബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് രാജാവിൻ്റെ റോള് എപ്പോഴും ഇതാണ് പ്രധാനമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ രാജാവ് തനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ സൃഷ്ടവസ്തുക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സംരക്ഷിച്ച് പരിപാലിച്ച് ശുശ്രൂഷിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് അവൻ രാജാവായിട്ട് വാഴുന്നത്. ഇതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കാണുക. ഈശോ ലോകത്തിന് മുഴുവൻ്റെയും രാജാവായിട്ട് വാഴുന്നത് ഇതേ അനുഭവത്തിലൂടെ, ദൈവം ഏൽപ്പിച്ചു തന്ന വ്യക്തികൾ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ ഈശോ തനിക്ക് കിട്ടിയ ശിഷ്യന്മാരെക്കുറിച്ചുള്ള പ്രാർത്ഥനയിൽ പ്രകാരമാണല്ലോ പറയുന്നത്, കർത്താവേ, എനിക്ക് തന്ന ഒരുവനെ പോലും ഞാൻ നഷ്ടമാക്കിയില്ല, എല്ലാവരും നിൻ്റേതാണ്, ഞാൻ നിൻ്റേതായതുപോലെ അവരും നിന്നിൽ ആയിത്തീരാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാറ്റിനെയും ക്രമീകരിച്ച് രോഗികളെയും ആകുലരെയും അസ്വസ്ഥരെയും ഒക്കെ ദൈവത്തിന് മുമ്പിൽ, പിതാവായ ദൈവത്തിന് മുമ്പിൽ ആ സഭയെ തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭയെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം രാജാവായി വാഴുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം ഏറ്റവും അവസാനം നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ മിശിഹായുടെ രാജത്വ തിരുനാളായിട്ട് രൂപാന്തരപ്പെടുന്നത്. മിശിഹ രാജാവായിട്ട് വാഴുന്നതോടെയാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ രാജത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന കാഴ്ചപ്പാട്. പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇങ്ങനെ ഒരു രാജാവാകാൻ വേണ്ടിയിട്ടാണ്, രാജാവിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ആഗ്രഹിച്ചത്. പക്ഷേ ജനം മുറവിളി കൂട്ടിയത് ഇങ്ങനെയുള്ള രാജാവിന് വേണ്ടിയിട്ടല്ല. ജനം മുറവിളി കൂട്ടുന്നത് യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ള രാജാവല്ല, മറിച്ച് തങ്ങളെ യുദ്ധത്തിൽ നയിക്കാൻ, തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം, യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൽ നയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു രാജാവിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുവഴിയായിട്ടാണ് സാമുവേല് ഇവർക്ക് വേണ്ടിയിട്ടൊരു നിയമം കൊണ്ടുവരികയാണ്. അതിന് പറയുന്ന പേര്, ഹെബ്രായ ഭാഷയിൽ പറയുന്ന പേരാണ് മിഷ്പാത്ത് ഹമേലഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസ് ഓഫ് എ കിങ്. ഓർഡിനൻസ് ഓഫ് എ കിങ് എന്തൊക്കെയാണ് രാജാവിൻ്റെ ദൗത്യങ്ങൾ എന്ന് പറയുകയാണ്. പറയുന്ന ഇപ്രകാരമാണ്, നീ ഈ ഭൂമിയിലുള്ള രാജാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ രാജാവ് നിൻ്റെ മക്കളെ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിർത്തും. എന്നിട്ട് രാജാവ് പുറകോട്ട് പോകും. അതായത് യുദ്ധം വരുമ്പോൾ ശത്രു വന്ന് കീഴടക്കുകയും കൊല്ലുകയും ചെയ്യേണ്ടത് നിൻ്റെ മക്കളെ ആയിരിക്കും. മനുഷ്യനോട് പരിഗണനയില്ലാത്ത ഒരു രാജാവായിരിക്കും ഈ ഭൂമിയിലെ രാജത്വം. രണ്ടാമത് പറയുകയാണ്, നിന്റെ മക്കളെ, പെൺമക്കളെ രാജകുടുംബത്തിൽ, രാജാവിൻ്റെ കൊട്ടാരത്തിൽ പെർഫ്യൂം ബെയറേഴ്സായിട്ട്, സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുതരുന്നതും കാപ്പി കൊണ്ടുതരുന്നതുമായിട്ടുള്ള ആളുകളായിട്ട്, വേലക്കാരായിട്ട് നിർത്തും. ഇതുവഴിയായി ഇസ്രായേലിൻ്റെ ജനത്തിന് അവൻ്റെ തനിമ നഷ്ടപ്പെടുകയും അവൻ്റെ ജീവിതത്തിന് കോട്ടം സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്രായേലിൻ്റെ രാജത്വത്തിൻ്റെ പ്രത്യേകത. ആ ഒരു പ്രത്യേകത ജനത്തിന് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകനായ ശമൂവേലിനെയാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭൗമിക രാജാക്കന്മാർക്ക് ഈ ലോകത്തിലുണ്ടാകുന്ന ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അപഗ്രഥിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ നിയമപ്രകാരം ശമൂവേല് ആദ്യത്തെ രാജാവായ ശവൂളിനെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് 9, 10, 11 അധ്യായങ്ങളിലൂടെ കാണുന്നത്. 12-ാമത്തെ അധ്യായം അതിൻ്റെ സമാപനമാണ്. ശവൂളിനെ തിരഞ്ഞെടുക്കുന്നു. നമുക്ക് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കുന്നവനായിരിക്കണം ഒന്നാമത്തെ കാര്യം. 2, മനുഷ്യനും തിരഞ്ഞെടുക്കണം. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. മനുഷ്യനെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്?
ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ടു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ഗിദെയോണിനെ ആളുകളെല്ലാം കൂടി പറഞ്ഞു, നീ ഞങ്ങളുടെ രാജാവാണ്. അപ്പോൾ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് യുദ്ധം ചെയ്ത് വിജയം വരിക്കുന്ന ഒരു വ്യക്തി, അതായത് അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തി, ശക്തിയുള്ള വ്യക്തി, പ്രതാപവാനായ വ്യക്തി, ഇവരെയൊക്കെ മാത്രമേ രാജാവായിട്ട് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവൻ യുദ്ധം ചെയ്യുന്നത് അവർക്ക് കാണണം, യുദ്ധത്തിൽ വിജയിക്കുന്നതും അവർക്ക് കാണണം. അതിൻ പ്രകാരമാണ് രാജാവിനെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഈ രണ്ട് മാനങ്ങളും നമുക്കിവിടെ ഈ പുസ്തകത്തിലെ സാവൂളിൻ്റെ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും. 9-10 അധ്യായങ്ങൾ ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ശവൂൾ എന്ന് പറയുന്ന വ്യക്തി ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്. കിഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴുതകളെ മേയിച്ച് നടക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ശവൂളിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ശവൂളിൻ്റെ ആകാര ഭംഗിയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നു. നല്ല നീളവും വണ്ണവും ഒക്കെയുള്ള, വേണമെങ്കിൽ എന്നെപ്പോലെയൊക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. നല്ല സുന്ദരനും സുമുഖനും സൂക്കേടുകാരനുമായ ഒരു നമ്മുടെ രാജാവാണ് ശവൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ശവൂളിൻ്റെ രാജ്യത്വം, ശവൂൾ അത്രമാത്രം ഈ കഴുതകളെ തേടി നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ കഴുതകൾ കുറച്ചെണ്ണം നഷ്ടപ്പെട്ടു പോയി. അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പലയിടത്തും തേടി നടന്നു. അപ്പോഴാണ് ആരോ പറയുന്നത്, ഒരു പ്രവാചകൻ മലയുടെ മുകളിലുണ്ട്, ആ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുക. ആ പ്രവാചകൻ കൃത്യമായിട്ട് പറയും കഴുത എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് പറയും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചില ആളുകൾ നമുക്ക് ഏതെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓടി വിളിക്കുന്നത് ആരെയാ? അന്തോണി സുണ്ണിയാളാ കാണിച്ചു തരിക, അല്ലെങ്കിൽ ഇതിന് ചൊവ്വാഴ്ചത്തെ നൊവേനയ്ക്ക് പൊക്കോളാമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ആ കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ഉള്ളെന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. ദൈവപുരുഷൻ്റെ അടുത്ത് പോകും, അവിടെ പോയി പ്രാർത്ഥിക്കും. ആ ദൈവപുരുഷൻ്റെ അടുത്ത് ചെല്ലുന്നു. ദൈവപുരുഷൻ നേരത്തെ മനസ്സിലാക്കിയ ദൈവപുരുഷനോട് ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ പറയുന്നു, ഇതാ നിൻ്റെ അടുത്തേക്ക് ഒരാൾ വരും, അവനെ നീ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ശവൂൾ വന്നു. ശമൂവേലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ശമൂവേൽ പറഞ്ഞു, മുകളിലത്തെ മട്ടുപ്പാവിൽ പോയി വിശ്രമിക്കുക. അവിടെ നിന്ന് പ്രഭാതമാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി നിൻ്റെ പിതാവിൻ്റെ കഴുതയെ ഞാൻ തേടിപ്പിടിക്കാം. ഇവർ രാവിലെ പ്രഭാതമായപ്പോൾ ശവൂൾ ഇറങ്ങി, കൂടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഇറങ്ങി. പോകുന്ന വഴിക്ക് കയ്യിൽ ശമൂവേൽ തൈലം കരുതിയിരുന്നു. ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ തൈലം പൂശിയിട്ട് പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇതാണ് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഇസ്രായേലിൻ്റെ രാജാവായ ശവൂൾ. രണ്ടാമതായിട്ട് ഇനി അടുത്തെന്ത് വേണം? ശവൂളിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കഥയും കൂടെ പറയുകയാണ്, വേറൊരു ട്രഡീഷൻ പറയുകയാണ്, പാരമ്പര്യം പറയുകയാണ്. ശമൂവേൽ ചോദിച്ചു, ആരാണ് രാജാവായിട്ട് എടുക്കാൻ പറ്റുന്നത്? ആളുകൾ നെറുക്കിട്ടു. ബെഞ്ചമിൻ ഗോത്രക്കാരന് കുറി വീണു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷ് എന്ന് പറയുന്ന കുടുംബത്തിന് കുറി വീണു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ശവൂൾ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറി വീണു. അങ്ങനെയാണ് ശവൂൾ രാജാവായത് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഒരു ട്രഡീഷനും പാരമ്പര്യവും 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 17-ാമത്തെ വാക്യങ്ങളിലൂടെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഇനി അടുത്ത രംഗമെന്ന് പറയുന്നത് ശവൂളിനെ ജനം അംഗീകരിക്കണം. ചുമ്മാ പോയി തലയിൽ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ തൈലം ഉപയോഗിച്ച് നീ രാജാവാണെന്ന് പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ പറ്റില്ല. ഈ ശവൂളിനെ ജനം അംഗീകരിക്കണം. അതിൻ്റെ അംഗീകാര മുദ്രയാണ് 11-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. എന്താണ് അംഗീകാര മുദ്ര? ശവൂളിൻ്റെ കാലഘട്ടത്തിൽ അമ്മോന്യരുമായിട്ടുള്ള യുദ്ധം കടന്നു വരികയാണ്. അമ്മോന്യര് ഇസ്രായേൽ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. നമുക്കറിയാം, ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പല നേതാക്കന്മാരും കടന്നു വന്നു. അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്ത ജെഫ്തായെ നമ്മൾ കണ്ടു. ജെഫ്തായുമായിട്ട് യുദ്ധം ചെയ്ത് ജെഫ്താ അമ്മോന്യരെ തോൽപ്പിച്ചു. പക്ഷേ അവരെ സടകുടഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും അമ്മോന്യരെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവരുടെ മുമ്പിൽ രാജാവായിട്ട് ശവൂൾ നിൽക്കുകയാണ്. ആ രാജാവ് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ള രാജാവായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം യുദ്ധം ചെയ്തു, അമ്മോന്യരെ തോൽപ്പിച്ചു,
ആ ജയം കണ്ട്, ഇസ്രായേലിൻ്റെ വിജയം കണ്ട് ആ ജനം മുഴുവൻ പറയുകയാണ്, വരുവിൻ നമുക്കിവനെ രാജാവാക്കാം, ഇവനാണ് നമ്മുടെ രാജാവ്. 11-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഇപ്രകാരമാണ്. 14-ാമത്തെ വാക്യം മുതൽ തുടങ്ങുന്നു. സമൂവേൽ അവരോട് പറഞ്ഞു, നമുക്ക് ഗിൽഗാലിലേക്ക് പോകാം, ഒരിക്കൽ കൂടി സാവൂളിനെ രാജാവായിട്ട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിൻ്റെ കൺഫർമേഷൻ ആവശ്യമാണ് ഈ പ്രഖ്യാപനത്തിൽ രാജാവാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2 കാര്യങ്ങൾ നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളിൽ, പ്രത്യേകിച്ച് ദൈവിക നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന രാജാക്കന്മാരുടെ നിയമസംഹിതയിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളും ഇവിടെ പൂർത്തിയാക്കി. ദൈവം തിരഞ്ഞെടുത്തു, ജനം അതിനെ കൺഫേം ചെയ്തു, രാജാവായിട്ട് വാഴിച്ചു. ഇനി അടുത്ത രംഗത്തിലേക്ക് പോകുമ്പോൾ 12-ാമത്തെ അധ്യായം ഇതിൻ്റെ ഒരു സമാപനമാണ്. സമൂവേൽ ഒന്ന് റിട്രീവ് ചെയ്യുകയാണ്, പുറകോട്ട് മാറുകയാണ്. എന്താ സമൂവേൽ പറയുന്നത്? സമൂവേൽ പറയുകയാണ്, സമൂവേലിന് ഒട്ടും ഇഷ്ടമില്ല ഭൗമിക രാജാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. കർത്താവ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ പറയുന്ന ഒരു വാക്യം പിന്നെ ഇപ്രകാരമാണ്. 12-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് നോക്കാം. സമൂവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു, ഞാൻ നിങ്ങളുടെ രാജാവിനെ വാഴിച്ചു തന്നു. ഇതാ നിങ്ങളുടെ രാജാവ്, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ഇതാ ഞാൻ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ ഇസ്രായേലിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക. ഇത് സന്തോഷത്തോടു കൂടി അല്ല ഇട്ടുകൊടുക്കുന്നത്. അത് ഹെബ്രായ ഭാഷയിൽ ഉള്ള പുസ്തകം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളു മനസ്സിലാക്കാൻ പറ്റും. സന്തോഷത്തോടു കൂടി അല്ല ഈ രാജാവിനെ ഇട്ടുകൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മളൊക്കെ മാതാപിതാക്കളോട് ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ വീട്ടിലെ അപ്പനോടും അമ്മയോടൊക്കെ ചോദിക്കും, അമ്മയോട് പ്രത്യേകിച്ച് അമ്മയോട് ചോദിക്കും, എനിക്ക് ആ സാധനം തരണം, ഈ സാധനം തരണം എന്നൊക്കെ പറയും. അവസാനം ഗതികെട്ട് വരുമ്പോഴത്തേക്കിനും പല പ്രാവശ്യം ഇൻസിസ്റ്റൻസ് വളരെ വീണ്ടും വീണ്ടും ചോദിച്ച് വരുമ്പോഴത്തേക്കും അവസാനം ഗതികെട്ട് കഴിയുമ്പോഴത്തേനും അമ്മ ഒരു സാധനമായിട്ട് പറയും, ഇന്നാ നിനക്ക് സാധനം. അമ്മയ്ക്ക് താല്പര്യമില്ല തരാൻ, പക്ഷേ എൻ്റെ ഇൻസിസ്റ്റൻസിനോട് അമ്മ പ്രതികരിക്കുന്ന രീതിയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഇവിടെ സാമൂവേലിൻ്റെ പുസ്തകത്തിൽ സാമൂവേൽ സാവൂളിനെ രാജാവാക്കുന്ന രീതി അവതരിപ്പിച്ച്, ഇതാണ് ഞാൻ നിങ്ങളുടെ രാജാവ്. ഒട്ടും താല്പര്യമില്ല. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് അദ്ദേഹം തന്നെ ഒരു കൺഫെഷൻ നടക്കുകയാണ്, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ. ഞാൻ ആരുടെയെങ്കിലും കാളയോ കഴുതയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? ഇവയിലേതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളതെന്തും മടക്കിത്തരാം. ഉണ്ടോ? നോക്കിക്കേ, ഈ മനുഷ്യൻ്റെ വേദനകളെ അവതരിപ്പിക്കുകയാണ്. ശമൂവേൽ ഇത്രമാത്രം ഭൗമിക രാജാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ തക്ക വിധം ഞാൻ ദുർബലനായി പോയല്ലോ എന്നുള്ള വേദനയോടുകൂടി അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കാരണം ഒരു പ്രവാചകനാണ്, അതുപോലെ തന്നെ ഒരു ന്യായാധിപനാണ്. ഈ ന്യായാധിപന് ഒരിക്കലും ദൈവമാണ്, യഹോവയാണ് രാജാവെന്ന് ജനത്തെ പഠിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വ്യഥയോടുകൂടി അവരുടെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ് 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ സാമൂവേലിൻ്റെ വിചാരങ്ങൾ മുഴുവനും ഉൾക്കൊണ്ട് വേണം നമ്മൾ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ട് ഈ വചനഭാഗത്ത് പ്രത്യേകിച്ച് ഈ വചനഭാഗത്തിൻ്റെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന് സാമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 12 വരെയുള്ള 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളെ ഒരു യൂണിറ്റായിട്ട് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. കാരണം ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് ഭൗമിക രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ജനത്തെ നമ്മൾ കാണുന്നു. ആ തെരഞ്ഞെടുപ്പിൽ സാവൂൾ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ തിരഞ്ഞെടുക്കുന്നു. അവസാനം ഇത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കൺഫെഷൻ നടത്തുന്ന ശമൂവേലിനെയും അത് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സോടുകൂടി ഒരു രാജാവിനെ, ഭൗമിക രാജാവിനെ ഞാൻ വാഴിച്ചു, ഏക ദൈവമായ യഹോവ മാത്രമാണ് രാജാവെന്നുള്ള ആഴമായ ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഭാഗമാണ് 1 സാമൂവേലിൻ്റെ പുസ്തകം 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. ഇനിയുള്ള അധ്യായങ്ങളിൽ സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പറയുകയാണ്.
പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചല്ല പറയുന്നത്, അദ്ദേഹത്തെ പറ്റിയ അമളികളെക്കുറിച്ച്, അബദ്ധങ്ങളെക്കുറിച്ച് പറയുകയാണ്, തെറ്റുകളെക്കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കാം സാവൂളിന് തെറ്റുകളെക്കുറിച്ച് മാത്രം വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? യഥാർത്ഥത്തിൽ സാവൂളിന് ആണ് ആദ്യത്തെ രാജാവ്. ഏകദേശം 1020 BC മുതൽ 1010 വർഷത്തോളം രാജ്യഭരണം നടത്തിയ വ്യക്തിയായിരുന്നു സാവൂൾ. 1020 BC മുതൽ 1010 BC വരെ രാജഭരണം നടത്തിയ വ്യക്തിയാണ് ശൗൽ. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ചരിത്രപുരുഷനാണ് ശൗൽ. ആദ്യത്തെ രാജാവ് എന്നുള്ള ഖ്യാതി നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ വചനഭാഗത്ത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, ശൗലിന് ശേഷം കടന്നു വന്നിരിക്കുന്ന ദാവീദ് രാജാവ്, അദ്ദേഹം 1010 BC മുതൽ 970 BC വരെ ഇസ്രായേലിനെ ഭരിച്ചിരുന്ന രാജാവാണ്. അപ്പോൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ രാജഭരണത്തെക്കുറിച്ച് വിവരിക്കാതെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പാപത്തെക്കുറിച്ച് പറയുന്നത്? 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ശൗലിൻ്റെ പാപം. പലരും പറയുന്നത് പ്രകാരം ശൗലിൻ്റെ പാപം തീരെ നിസ്സാരമായ 3 പാപങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഒന്നാമത്തെ പാപം നമുക്കൊക്കെ അറിയാം, പുരോഹിതൻ വരുന്നതിന് മുമ്പേ ബലി അർപ്പിച്ചു. അതാണ് ഒന്നാമത്തെ പാപം അല്ലേ? പുരോഹിതന് ശമൂവേലിനെ നോക്കിയിരിക്കാൻ സാധിച്ചില്ല, അതിന് പകരം അദ്ദേഹം പോയി ബലിയർപ്പിച്ചു. അത് നിഷിദ്ധമായിരുന്നു. ഒന്നാമത്തെ പാപം. രണ്ടാമത്തെ പാപം, ദൈവിക നിയമങ്ങളുടെ, പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിലെ ഹോളി വാർ, യുദ്ധത്തിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള, വിശുദ്ധ യുദ്ധത്തിൻ്റെ നിയമത്തെക്കുറിച്ചുള്ള നിയമം അദ്ദേഹം ലംഘിച്ചു. അദ്ദേഹം യുദ്ധം ചെയ്ത അമ്മോണൈറ്റ് രാജാവിനെ അദ്ദേഹം സ്പെയർ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം രക്ഷിച്ചു. അത് നിയമത്തെ അനുശാസിക്കുന്നതല്ല. അവിടെയും അദ്ദേഹത്തിന് തെറ്റുപറ്റി. മൂന്നാമത്തെ തെറ്റ്, സാമുവേലിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ മരിച്ചുപോയ സാമുവേലിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അന്വേഷിച്ചു. അതും ഇസ്രായേലിൻ്റെ മതജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. അങ്ങനെ 3 ചെറിയ തെറ്റുകളാണ് അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ദാവീദ് രാജാവ് ചെയ്തതോ? ഉറിയായെ കൊന്നു, ബത്ശബയെ പ്രാപിച്ചു. ഏറ്റവും വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. കാരണം 2 വലിയ തെറ്റുകൾ ചെയ്തിരിക്കുകയാണ്. കൊലപാതകവും ചെയ്തിട്ടുണ്ട്, വ്യഭിചാരവും ചെയ്തിട്ടുണ്ട്. എന്നാൽ സാവൂൾ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. ദാവീദ് എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തപ്പോൾ രക്ഷിക്കപ്പെട്ടു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? അതേ വ്യത്യാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ചരിത്രവും അതുപോലെ തന്നെ ദൈവശാസ്ത്രവും മനസ്സിലാക്കണം. ഏത് ഗോത്രത്തിൽ നിന്നായിരിക്കണം രാജാവ് കടന്നു വരേണ്ടത്? ദാവീദ് ഗോത്രത്തിൽ നിന്നാണ്. ആ ഒരു വലിയൊരു ചിന്തയാണ് പ്രധാനമായിട്ടും നമ്മളുടെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവരുന്ന യാഥാർത്ഥ്യം എന്ന് പറയുക. ദാവീദ് ഗോത്രത്തിൽ നിന്ന് വേണം ഒരു രാജാവ് കടന്നു വരാൻ. രാജാവിൻ്റെ പ്രത്യേകത, അദ്ദേഹം ദാവീദ് ഗോത്രത്തിൻ്റെ തുടർച്ചയാണ് രാജഭരണം എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജൂദാ ഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെ ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുകയാണ്. ജൂദാ ഗോത്രമാണ് ദാവീദിൻ്റെ ഗോത്രം. ആ ജൂദാ ഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതിലൂടെ മറ്റു ഗോത്രങ്ങളെ അപ്രസക്തങ്ങളാക്കി മാറ്റുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുക. ബെഞ്ചമിൻ ഗോത്രത്തെ അപ്രസക്തമാക്കുന്ന രംഗമാണ് നമ്മളിവിടെ ഈ സാവൂളിൻ്റെ തിരസ്കരണത്തിലൂടെ നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ന്യായാധിപന്മാരുടെ പുസ്തകം 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ എങ്ങനെയാണ് ബെഞ്ചമിൻ ഗോത്രം അപ്രസക്തമാവുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു. അത് നമ്മൾ സൂചിപ്പിച്ചു. ഇത് സാവൂൾ എന്ന് പറയുന്ന രാജാവിൻ്റെ തിരസ്കരണത്തിലൂടെയാണ് ഈ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അപ്രസക്തമായിട്ടുള്ള അനുഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് ഈ സാവൂളിൻ്റെ തിരസ്കരണത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ഇദ്ദേഹം പാപം ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ഓരോ പാപം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ശമൂവേൽ വന്നിട്ട് പറയും, ഇതാ
ഇനി 13-ാം അധ്യായം 13-ാം വാക്യം, സമൂവേൽ പറഞ്ഞു, നീ വിഡ്ഢിത്തമാണ് ചെയ്തത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നീ അനുസരിച്ചിരുന്നെങ്കിൽ അവിടുന്ന് നിന്റെ രാജത്വം ഇസ്രായേലിൽ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ ഭരണം ഇനി ദീർഘിക്കുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കായികയാൽ തൻ്റെ ഹിതാനുവർത്തിയായ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നേരത്തെ പദ്ധതി പ്ലാൻ ചെയ്തതുപോലെയാണ് ഇത് പറയുന്നത്. ദാവീദിനെ നേരത്തെ എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വിശുദ്ധഗന്ധം കൊണ്ടുപോയി വെക്കുകയാണ്. അത് മുഴുവൻ ഫോക്കസും ജൂദാ ഗോത്രത്തിന്, ദാവീദിൻ്റെ കുടുംബത്തിന്, അതുവഴിയായി കടന്നു വരുന്ന രാജ്യത്വത്തിന്, മറ്റു ഗോത്രങ്ങൾക്കൊക്കെ അപ്രസക്തമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുകയാണ്. പറയുകയാണ്, നീ അനുസരിച്ചിരുന്നെങ്കിൽ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് രാജ്യത്വം എടുത്ത് കളയുകയില്ലായിരുന്നു. നീ അനുസരിക്കായികയാൽ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് രാജ്യത്വം എടുത്തു കളഞ്ഞ് നിന്നേക്കാൾ നല്ല വേറൊരാളെ കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ ദാവീദ് രാജാവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുകയാണ് ആദ്യത്തെ തിരസ്കരണത്തിലൂടെ. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത തിരസ്കരണവും എങ്ങനെയാണ് സാവൂൾ രാജാവ് തിരസ്കരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കേൾക്കാം.